Good morning. I again invite you to the part second of our lesson Amigo Brothers. നമ്മൾ അമിഗോ ബ്രദേഴ്സ് എന്ന ലെസണാണ് കഴിഞ്ഞ ദിവസം പഠിച്ചു തുടങ്ങിയത്. അതിൻ്റെ ഒരു ഫേസ് ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളതിൻ്റെ രണ്ടാമത്തെ ഭാഗത്തിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആസ് ഫാർ ആസ് വി റെഡ് ഓർ കൺസേൺ, the story is about how to maintain good relationship even though we may be faced by a lot of struggles in our own professional field. അതായത് തൊഴിൽപരമായ മത്സരത്തിനിടയിലും നല്ല സൗഹൃദങ്ങളെയും ബന്ധങ്ങളെയും എങ്ങനെ കാത്തുസൂക്ഷിക്കാം എന്ന് നമ്മെ പഠിപ്പിക്കുന്ന ഒരു നല്ല ലെസണാണ് എന്ന് പറയുന്നത് അമിഗോ ബ്രദേഴ്സ്. In this story we find two youngsters with 17 years old. They were Felix and Antonio. And they were great inseparable companions even from their childhood days. They were very positive minded and always worked hard to realize their dreams. What was their dream? ആൻ്റോണിയുടെയും ഫെലിക്സിൻ്റെയും ഡ്രീം എന്തായിരുന്നു? ദേ വാണ്ട് ടു ബിക്കം ദ ഫൈനലിസ്റ്റ് ഓഫ് ദ ലൈറ്റ് വെയ്റ്റ് ചാമ്പ്യൻസ്. ലൈറ്റ് വെയ്റ്റ് ചാമ്പ്യൻഷിപ്പ് ട്രോഫിയുടെ ലൈറ്റ് വെയ്റ്റ് അതിൻ്റെ ഫൈനലിസ്റ്റായി മാറണം, ജേതാക്കളായി മാറണം എന്ന് പറയുന്നതായിരുന്നു അവർ രണ്ടുപേരുടെയും ആഗ്രഹം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരുപാട് എലിമിനേഷൻ റൗണ്ടിന് ശേഷം ഫൈനലിൽ കളിക്കേണ്ട ആൾക്കാരുടെ പേര് എന്ത് ചെയ്യപ്പെട്ടത്? പബ്ലിഷ് ചെയ്യപ്പെട്ടത്. അപ്പോൾ ഫൈനലിസ്റ്റുകൾ ആരായിരുന്നു ചോദിച്ചാൽ വേറെ ആരുമല്ല, ആൻ്റോണിയോയും ഫെലിക്സുമായിരുന്നു ആ ഫൈനലിൽ പങ്കെടുക്കാനുള്ള രണ്ടാൾക്കാർ. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ട് പോലും ആദ്യമൊന്നും ദേ വോണ്ട് കെയർ അബൌട്ട് ദ ഫൈനൽസ്. ദേ ഹാവ് ഓൾവേസ് കെയർ അബൌട്ട് ഹൗ ടു വിൻ ദ ഗെയിം. ബട്ട് ഗ്രാജുവലി അവരെ മനസ്സിലും ചില അൺവാണ്ടഡ് ആയിട്ടുള്ള ചിന്തകളുണ്ടായി. ഇതാണ് കഴിഞ്ഞ ദിവസം വായിച്ചെഴുതിയത് അല്ലേ? ആൻഡ് വിതൗട്ട് ദെയർ നോളജ് ദേ റൈസ് എ വാൾ ബിറ്റ്വീൻ ദം. അവരെ അറിവില്ലായ്മയോ അറിവോടെയല്ല, അവരുടെ എന്താണ് ഒരു വാൾ ഇങ്ങനെ മെല്ലെ മെല്ലെ പൊങ്ങി വരുന്നത് പോലെ അവർക്ക് തോന്നി. അപ്പോൾ തന്നെ ഓൾറെഡി ഈ കോമ്പറ്റീഷൻ ഫൈനലിൻ്റെ ടൈം സ്കെഡ്യൂളൊക്കെ ഓൾറെഡി ഫിക്സ് ചെയ്തിട്ടുണ്ട്. എന്താണ് വരുന്ന മാസം 7-ാം തീയതിയാണ് കോമ്പറ്റീഷൻ ഫിക്സ് ചെയ്തിരിക്കുന്നത്. ആൻഡ് എവറി പ്രിപ്പറേഷൻ ഈസ് ഗോയിങ് ഓൺ. ബട്ട് they are also on the way of their preparation without making any deviating mind or notion in their minds. But gradually അവരെ മനസ്സിലും ചില അനാവശ്യമായ ചിന്തകൾ ഉണ്ടായി എന്ന് പറയുന്നതാണ് ശരി. ചിന്തകളൊക്കെ ഉണ്ടായിപ്പോൾ മനുഷ്യരല്ലേ, പക്ഷേ ആ ചിന്തകളെ നമുക്ക് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്നതാണ് ഈ ലെസൺ നമുക്ക് തരുന്ന ഒരു നല്ല വിഷൻ. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത പാഠം നമുക്ക് അടുത്ത സെക്ഷൻ വായിക്കാം. കാരണം കംപ്ലീറ്റ് വായിക്കാൻ പോയിട്ടില്ല, കുറച്ചൊക്കെ ഇന്ന് വായിക്കാം. ഓക്കെ. വൺ മോർണിംഗ് ലെസ് ദാൻ എ വീക്ക് ബിഫോർ ദെയർ ബൗട്ട്. ഇനി ബൗട്ടിന്, കോമ്പറ്റീഷന് അല്ലെങ്കിൽ ഫൈനൽ മത്സരത്തിന് ഏകദേശം ഒരാഴ്ച മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. ദേ മെറ്റ് ആസ് യൂഷ്വൽ ഫോർ ദെയർ ഡെയിലി വർക്കൗട്ട്. എന്നും അവരെന്ത് ചെയ്യും? ജിമ്മിലോ ബോയ്സ് ക്ലബിലോ പോയി എന്ത് ചെയ്യാറുണ്ട്? അവർ പ്രാക്ടീസ് ചെയ്യാറുണ്ട്. അതൊക്കെ നിരന്തരമായി കണ്ടിന്യൂസ് ആയി നടന്നു പോകുന്നുണ്ട്. അതിലൊന്നും യാതൊരു ചേഞ്ചോ അല്ലെങ്കിൽ തടസ്സമോ ഉണ്ടായിട്ടില്ല. Antonio glanced at Felix, who kept his eyes purposefully straight ahead. അല്ലേ? കാരണം രണ്ടുപേരുടെയും മനസ്സിലൊരു വല്ലാത്തൊരു ഒരു മാനസികമായ ഒരു ധർമ്മസങ്കടം എന്നൊക്കെ പറയുന്ന പോലെ രണ്ടുപേർക്കും അറിയാം സംതിങ് ഈസ് ഗോയിങ് ടു ഹാപ്പൻ വെരി ബാഡ്ലി. എന്തോ ഒരു കാര്യം സംഭവിക്കുന്നു എന്ന് പറയുമ്പോൾ അത് നല്ല കാര്യമല്ല എന്ന് രണ്ടുപേർക്കും അറിയാമായിരുന്നു. And straight ahead, pausing from time to time to do some fancy leg work. കാരണം പല ലെഗ് വർക്കിലും അല്ലെങ്കിൽ അവരുടെ പ്രാക്ടീസിലുമെല്ലാം ഈ ഫെലിക്സിന് ഫെലിക്സ് പൂർണ്ണമായും കോൺസെൻട്രേറ്റ് ചെയ്യുന്നില്ല എന്ന് പലപ്പോഴും ആർക്ക് തോന്നിയിട്ടുണ്ട്? ആൻ്റോണിക്ക് തോന്നിയിട്ടുണ്ട്. അതായത് അവൻ്റെ മനസ്സിൽ ഒരുപാട് ചിന്തകൾ ഇങ്ങനെ വരികയും അവൻ അതിൽ പൂർണ്ണമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഇൻവോൾവ് ആകുന്നു. ദാറ്റ് മീൻസ് ദ ബോയ് ഈസ് നോട്ട് ഏബിൾ ടു കോൺസെൻട്രേറ്റ് ഇൻ ഹിസ് പ്രാക്ടീസ് വർക്ക്. And this identified Antonio in the very beginning.
കാരണം കറക്റ്റായിട്ടുള്ള രീതിയിലല്ല പ്രാക്ടീസ് ചെയ്യുന്ന ആർക്ക് മനസ്സിലായി, രണ്ടുപേർക്കും പരസ്പരം മനസ്സിലാക്കിയിട്ടുണ്ട്. ആഫ്റ്റർ എ മൈൽ ഓൾസോ, കാരണം രാവിലെ ഇങ്ങനെ ഓടാൻ പോയ ശേഷം പറയാണ്, ആൻഡ് ഫെലിക്സ് പഫ്ഡ് ആൻഡ് സെഡ്, അതെന്താണ്, ഞാൻ ശ്വാസം ഉള്ളിലേക്ക് പിടിച്ച് വലിച്ചിട്ട് എന്ത് ചെയ്തു, പുറത്തേക്ക് വിട്ട് പറയാണ്, നമ്മൾ ദീർഘശ്വാസം വിടുക എന്ന് പറയും. ഫെലിക്സ് പഫ്ഡ് ആൻഡ് സെഡ്, ലെറ്റ് us സ്റ്റോപ്പ് ഹിയർ ബൈ, ഇത് നമുക്ക് നിർത്താം, എനിക്ക് വയ്യ, ഇന്ന് എന്തോ ഒരു സുഖമില്ല അല്ലേ. ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടാകുന്നത് അല്ലേ. ഇതുവരെ അങ്ങനെ പറയത്തില്ല, ഇത്ര ടയർഡെല്ലാം പറയത്തില്ല, എന്തോ എനിക്കിന്നൊരു സുഖം തോന്നുന്നില്ല, ലെറ്റ് us സ്റ്റോപ്പ് ടുഡേ അല്ലേ, ലെറ്റ് us സ്റ്റോപ്പ് എ വൈൽ ബ്രോ, ഐ തിങ്ക് വി ബോത്ത് ഗോട്ട് സംതിങ് ടു സേ ഈച്ച് അതർ അല്ലേ, വി ഗോട്ട് ബോത്ത്, നമുക്ക് എന്തൊക്കെ പറയാനൊക്കെ അല്ലേ മനസ്സിൽ, അതൊക്കെ പറയാം, വാ എനിക്കിനി വയ്യ എന്നൊരു രീതിയിൽ എന്ത് ചെയ്തു, ഒരു റിയാക്ഷനാണ് ഫെലിക്സിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായത്. അപ്പോൾ മാൻ, ഐ ഡോണ്ട് നോ ഹൗ ടു കം ഔട്ട് വിത്ത് ഇറ്റ്, ആന്റോണി റിപ്ലൈഡ്, ഇത് എങ്ങനെ നിന്നോട് പറയും എന്ന് എനിക്കറിയില്ല അല്ലേ, ഹൗ ടു റിവീൽ ഇറ്റ്, സത്യത്തിൽ എനിക്ക് അറിയത്തില്ല ഫെലിക്സെ, ഐ ഡോണ്ട് നോ. ആന്റോണിയോ ഹെൽപ്ഡ്, ഇറ്റ് ഈസ് അബൌട്ട് അവർ ഫൈറ്റ് അല്ലേ, മിക്കവാറും നമ്മുടെ ഫൈറ്റിനെ കുറിച്ചാണ് നിന്റെ മനസ്സിൽ ഇപ്പോൾ പ്രോബ്ലം ഉണ്ടായിട്ടുള്ളത്. രണ്ടുപേരും ഏതിനെക്കുറിച്ച് വറീഡാണ്, ആൻഡ് ബോത്ത് ഓഫ് ദം വറീഡ് അബൌട്ട് ദ ഫൈറ്റ്, ബിക്കോസ് ഫൈനലിസ്റ്റ് ആര് തന്നെയാണ്, അവനും ഞാനും അല്ലേ. സോ there may be some issues in their minds. Yeah, right. Felix eyes squinted. The squint eyes എന്ന് കേട്ടില്ലേ, ഈ കോങ്ങണ് ഇങ്ങനെ, that's the problem. At the rising orange sun, സണ്ണിപ്പോൾ ഇങ്ങനെ എന്താണ്, ഇങ്ങനെ സൂര്യൻ ഉദിച്ച് വരുന്നതേ ഉള്ളൂ, ഞാൻ കണ്ണ് ചിമ്മി ഇങ്ങനെയൊക്കെ നോക്കി ഇത് പറയാം. യെസ്, ഐ നോ, ഐ ഹാവ് ബീൻ തിങ്കിങ് അബൌട്ട് ഇറ്റ് ടു, ഞാനും ഇതേക്കുറിച്ച് ചിന്തിക്കുകയായിരുന്നു. ഇൻഫാക്ട് സിൻസ് വി ഫൗണ്ട് ഔട്ട് ഇറ്റ് വാസ് ഗോയിങ് ടു ബി ആൻറ്റി, ഫൈനലിസ്റ്റിൽ ആര് വന്നുള്ള പ്രശ്നമില്ല, ഞാനും നേരിടാം ഫൈനലിസ്റ്റ് വന്നത്, എന്ത് ചെയ്യും, എനിക്ക് നിന്ന് തോൽപ്പിക്കാനോ എനിക്ക് തോൽക്കാനോ പറ്റില്ല, എനിക്ക് ജയിക്കാനോ നിന്നെ ജയിപ്പിക്കാനോ പറ്റില്ല എന്നൊക്കെ പറയുന്ന വല്ലാത്തൊരു കൺഫ്യൂഷനിലാണ്. ടു ബി ഓർ നോട്ട് ബി, ദാറ്റ് ഇസ് എ ക്വസ്റ്റ്യൻ എന്ന് ഷേക്സ്പിയർ പറഞ്ഞതുപോലെ ആയിപ്പോയി. എന്താ ചെയ്യുന്നത് അറിയാതെ ടോട്ടൽ ഒരു അട്ടർ കൺഫ്യൂഷനാണ് ഒരു മനസ്സുണ്ടായത്. ഐ ഹാവ് ബീൻ അവേക്ക് അറ്റ് നൈറ്റ്, രാത്രിയാണെങ്കിൽ എനിക്ക് ഉറക്കം പോലും ഇപ്പോൾ ഇല്ല അല്ലേ. പുള്ളിങ് പഞ്ചസ് ഓൺ യു, നിന്നെ ഞാൻ എന്താണ് ബോക്സിങ് റിങ്ങിൽ വെച്ച് നിന്നെ ഇടിക്കുക എന്നൊക്കെ പറയുന്നത് എനിക്ക് ചിന്തിക്കാൻ പോലും വയ്യ, ഐ കാൺട്ട്. പക്ഷേ എനിക്ക് ജയിക്കാതിരിക്കാനും പറ്റുന്നില്ല. ട്രൈങ് നോട്ട് ടു ഹർട്ട് യു, മാക്സിമം ഞാൻ നിന്നെ വേദനിപ്പിക്കാതെ എങ്ങനെയെങ്കിലും ഞാൻ എന്താണ് അത് ചെയ്തതായിട്ട് എനിക്ക് സ്വപ്നത്തിൽ പോലും കണ്ടിട്ടില്ല. സോ ഐ ആം വറീഡ്, ഐ ആം ടോട്ടലി വറീഡ് അബൌട്ട് ദ ഇഷ്യൂ, ആൻഡ് നിന്നോടാണ് ഞാൻ ഫൈറ്റ് ചെയ്യണത് എന്ന് എനിക്ക് വല്ലാതെ വിഷമം ഉണ്ടാക്കുന്നുണ്ട്. ഇത് കേട്ടിപ്പോൾ മറുപടി പറഞ്ഞാണ്ടോ, സെയിം ഹിയർ, എൻ്റെ അവസ്ഥ ഇത് തന്നെ, ഞാനും കുറേ ദിവസം കൊണ്ട് ആലോചിക്കുക എന്താ ചെയ്യാന്ന് അല്ലേ. ഇറ്റ് ഈസ് എ നാച്ചുറൽ നോട്ട് ടു തിങ്ക് അബൌട്ട് ദ ഫൈറ്റ്. പിന്നെ നമ്മൾ എന്ത് ചെയ്യുക, ചിന്തിക്കാതിരിക്കും. നമ്മൾ ഒരുപാട് ചിന്തിച്ചാൽ ഭ്രാന്താവും. പിന്നെ നമ്മൾ ചിന്തിച്ചാൽ നമുക്ക് ഒരു പിടിയും കിട്ടാത്ത ഉത്തരം എന്താണ് ഇഷ്യൂ ആണ് എന്ന് പറയുന്നത് ഈ ഫൈറ്റിൻ്റെ ഫൈനൽ. ഐ മീൻ വി ബോത്ത് ആർ ഫൈറ്റേഴ്സ്, കാരണം ഞാനും നീയും ഫൈറ്റേഴ്സാണ് അല്ലേ. വി ബോത്ത് ആർ ഫൈറ്റേഴ്സ് ആൻഡ് വി ബോത്ത് വാണ്ട് ടു വിൻ, രണ്ടുപേരും ജയിക്കണം. ഇതാണല്ലോ പ്രശ്നം. ഒരാൾക്ക് തോക്കണമെന്നുണ്ടെങ്കിൽ ഒരാൾക്ക് ജയിച്ചാൽ മതിയല്ലോ, പ്രശ്നം ഉണ്ടാവില്ല. ബട്ട് ഓൺലി വൺ ഓഫ് us ക്യാൻ വിൻ. പക്ഷേ ഈ കോമ്പറ്റീഷൻ ആർക്ക് ജയിക്കാൻ പറ്റൂ? എലിമിനേഷൻ റൗണ്ട് തന്നെ, ഇത് ഫൈനൽ റൗണ്ടാണ്. അതിൽ പിന്നെ എന്താണ്, ഒരാൾ ജയിക്കും ഒരാൾ തോക്കും. പിന്നെ അവിടെ എലിമിനേഷൻ എന്ന സംഗതി അവിടെ ഇല്ല. തോൽവിയും ജയവുമാണ് അവിടുത്തെ ഫൈനൽ എന്താണ് പൊസിഷൻസ് എന്ന് പറയുന്നത്. ദർ ആർ നോ ഡ്രോസ് ഇൻ ദ എലിമിനേഷൻ, കാരണം എലിമിനേഷൻസ് ഒന്നും ഇവിടെ ഇല്ല, ഡ്രോയും ഇല്ല. ആൻഡ് only one person can make the victor. ഫെലിക്സ് ടാപ്ഡ് അന്റോണിയോ സൈലൻസ്ലി. ഇത് ടാപ്പ് ചെയ്യാത്ത എന്താണ്, ഫെലിക്സ് എൻ്റെ അടുത്ത് തോളി തട്ടി പറഞ്ഞു, നീ വിഷമിക്കണ്ട, സാരമില്ല അല്ലേ. ജെന്റലി ഓൺ ദ ഷോൾഡർ, ഐ ഡോണ്ട് മീൻ ടു സൗണ്ട് ലൈക്ക് ഐ ആം ബെഗിങ്. ഞാൻ പൊങ്ങച്ചം പറയുന്നെന്ന് വിചാരിക്കരുത്. ബട്ട് ഐ വോണ്ട് ടു വിൻ ഫെയർ ആൻഡ് സ്ക്വയർ. ഞാൻ വ്യക്തമായി പറയട്ടെ, എനിക്കിത് ജയിച്ചേ പറ്റൂ. ഐ വാണ്ട് ടു വിൻ. ആന്റോണിയോ നോഡഡ് ക്വൈറ്റ്ലി.
നിന്നെപ്പോലെ തന്നെ എനിക്കും ജയിച്ചേ പറ്റും, അല്ലേ? നോടിയ അർത്ഥം തലയാട്ടുക. യാ വി ബോത്ത് നോ ദാറ്റ് ഇൻ ദ റിംഗ് ദ ബെറ്റർ മാൻ വിൻസ്. നമുക്ക് രണ്ടുപേർക്കും അറിയാം, നമ്മളിപ്പോൾ റിങ്സ് വരട്ടെ, ഗോതയിൽ വരട്ടെ, നല്ലപോലെ ജയിക്കുന്ന ആൾ ജയിക്കും, നല്ലപോലെ കളിക്കുന്ന ആൾ എന്ത് ചെയ്യും? ജയിക്കും. അപ്പോൾ നീ ജയിക്കുമെന്ന് വാശി പിടിക്കാൻ പറ്റില്ലല്ലോ. നിനക്കാൾ നല്ലപോലെ ഞാൻ കളിച്ചാലോ, ഞാൻ ജയിക്കും, അല്ലേ? ഇറ്റ് ഈസ് ഫെയർ. ടോണി, നീ പറഞ്ഞ കാര്യം സത്യമാണ്. നിനക്ക് ജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് എത്രയോ കൊല്ലമായി നിന്റെ ആഗ്രഹമാണ് ഒരു ഫൈനലിസ്റ്റ് ആവുക എന്ന് പറയുന്നത്, ജേതാവായി മാറുക എന്ന് പറയുന്നത്. എനിക്കറിയാം. ദാറ്റ് ഇസ് ഫെയർ. യുവർ ആംബിഷൻ ഇസ് ഫെയർ, ടോണി. ബട്ട് വെൻ വി ഗെറ്റ് ഇൻ ടു ദ റിംഗ് ഇറ്റ് ഈസ് ഗോട്ട് ടു ബി ലൈക്ക് വി നെവർ മെറ്റ്. നമ്മൾ അവിടെ എത്തുമ്പോൾ, ഫൈനലിൽ എത്തുമ്പോൾ, നമ്മൾ മുമ്പേ കണ്ടിട്ടുമില്ല, കേട്ടിട്ടില്ല, അതുപോലെ ആയിരിക്കണം കേട്ടോ. അവിടെ നമ്മുടെ സൗഹൃദങ്ങൾക്ക് ഒരു വിലയും നമ്മൾ എന്ത് ചെയ്യരുത്? കൊടുക്കരുത്. പ്രൊഫഷൻ എന്ന് പറയുന്ന പ്രൊഫഷണൽ. പിന്നെ അതിൽ ഒരു കോംപ്രമൈസ് എന്ന് പറയുന്നത് ഉണ്ടാകാൻ പാടില്ല, അല്ലേ? എന്ന് പറഞ്ഞാൽ കറക്റ്റ് ആയിരിക്കണം. ഇഫ് യു ട്രൈ ടു കോംപ്രമൈസ്, നീ അല്ലാതായി മാറും, അല്ലേ? ഇത്രയും നാൾ കോംപ്രമൈസ് ചെയ്യാതെ നീ ഫൈറ്റ് ചെയ്തില്ലേ? We go to be like two heavy strangers that want the same thing. നമ്മൾ രണ്ടുപേരും സ്ട്രേഞ്ചേഴ്സ്, രണ്ട് ആൾക്കാർ. നമുക്ക് വേണ്ടത് എന്താണ്? രണ്ടുപേർക്കും വേണ്ട ഒറ്റ കാര്യം ആവശ്യം. ആൻഡ് സെയിം തിങ് ആൻഡ് ഓൺലി വൺ ക്യാൻ ഹാവ് ഇറ്റ്. എനിക്ക് രണ്ടുപേർക്കും കൂടെ കിട്ടത്തില്ല, ഒരാൾക്ക് മാത്രമേ എന്ത് ചെയ്യൂ? ഇത് കിട്ടും. യു അണ്ടർസ്റ്റാൻഡ്? ഞാൻ പറയാൻ മനസ്സിലാവുന്നുണ്ടോ? ഒരാൾക്കേ കിട്ടും. ഐ നോ. ടോണി സ്മൈൽ. ടോണിയും ചിരിച്ചു. നോ പുള്ളിങ് പഞ്ചസ്, വി ഗോ ഓൾ ദ വേ. എനിക്ക് വയ്യ. എന്തെങ്കിലും ആയിക്കോട്ടെ. കാരണം ഈ സെന്റിമെന്റ്സ് ആണ് എപ്പോഴും ഇദ്ദേഹത്തെ ഒരു വിഷമിപ്പിക്കുന്നത്. യാ, ദാറ്റ് ഈസ് റൈറ്റ്. ലിസൺ ടോണി, ഡോണ്ട് യു തിങ്ക് ഇറ്റ് ഈസ് എ ഗുഡ് ഐഡിയ ഇഫ് വി വാണ്ട് ടു സീ ഈച്ച് അതർ അൺടിൽ ദ ഡേ ഓഫ് ദ ഫൈറ്റ്? ഒരു കാര്യം ചെയ്തല്ലോ, ഇനി ഫൈറ്റിന്റെ അന്ന് കണ്ടാൽ മതി, അതിനൊന്നും നമ്മൾ കണ്ടാലേ സത്യത്തിൽ ഒരു പ്രാക്ടീസ് നടക്കത്തില്ല. നമ്മൾ ഈ കാര്യം പറഞ്ഞുകൊണ്ട് സമയം മുഴുവൻ പാഴിപ്പോകുന്നല്ലാതെ വി നോട്ട് എന്താണ് കണ്ടിന്യൂ പ്രാക്ടീസ്. അതുകൊണ്ടാണ് ഞാൻ ആശയം പറഞ്ഞത്, നമുക്കിനി ഫൈറ്റിന്റെ അന്ന് അവിടെ വെച്ച് കണ്ടാൽ മതി. ഇടയ്ക്കുള്ള കണ്ടുമുട്ടൽ തൽക്കാലം വേണ്ട, നമുക്ക് എവിടെയെങ്കിലും മാറിപ്പോകാം. ഐ ആം ഗോയിങ് ടു സ്റ്റേ വിത്ത് മൈ ഓൺസ് ലൂസി ഇൻ ദ ബ്രോണിക്സ്. ഞാൻ ബ്രോണിക്സിലുള്ള എൻ്റെ ആൻറ്റിയുടെ വീട്ടിലേക്ക് പോകും. ഞാൻ എന്നിട്ട് ഫൈനൽ ഡേയിൽ എന്ത് ചെയ്യും? ഞാൻ അവിടെ എത്തിച്ചേരാം. പോരെ? ഇതായിരുന്നു പുള്ളി പറഞ്ഞൊരു സജഷൻ. ടോണി സ്ക്രാച്ച് ഹിസ് നോസ്. സ്ക്രാച്ച് ചെയ്യാത്ത ഞാൻ അങ്ങനെയൊക്കെ അങ്ങനെ എനിക്കും വയ്യ. നമ്മൾ കണ്ടാൽ ഒന്നും നടക്കില്ല. സ്ക്രാച്ചിങ് ദ നോസ് പെൻസീവ്ലി. അർത്ഥം എന്താണ്? സാഡ്ലി. കാരണം അവനെ പിരിയുന്നതിൽ വിഷമമില്ലേ? ഇത്രയും കാലമായിട്ട് പിരിഞ്ഞ് താമസിച്ചിട്ടുണ്ടോ? ഊണിലും ഉറക്കത്തിലൊക്കെ ഒരുമിച്ചായിരുന്നു. നൗ വി ഡിസൈഡഡ് ടു സ്പ്ലിറ്റ് ഇൻടു ടു. യാ, ഇറ്റ് വുഡ് ബി ബെറ്റർ ഫോർ അവർ ഹെഡ്. നല്ലത് തന്നെടാ, അല്ലെ നമുക്കും എനിക്കും നിനക്കും തലയ്ക്ക് പ്രാന്താവും, അല്ലേ? ഇറ്റ് ഈസ് ബെറ്റർ ഫോർ അവർ ഹെഡ്സ്. ഹി ഹെൽഡ് ഔട്ട് ഹിസ് ഹാൻഡ്. ഞാൻ കൈ ഞാൻ കാണിച്ചു. ഓക്കെ അളിയ, നമുക്ക് പിരിയാം, അല്ലേ? പാം ടുവേഴ്സ്. എന്നിട്ട് പറഞ്ഞു എന്താണ്? ഞാൻ കാര്യം പറഞ്ഞു, ഈസ് ദ ഡീൽ ഓർ നോ ഡീൽ? ഡീലാണ്. റെഡി ഫോർ സം മോർ റണ്ണിങ്. ഒന്ന് ഈയിടെ പറഞ്ഞറിയാമോ? നമുക്ക് കുറച്ച് ഓടിയല്ലോ, അവിടെ ഓടിയിട്ട് നമുക്ക് ഡീൽ വയ്ക്കും. റെഡി ഫോർ റണ്ണിങ്? ടോണി ആസ്റ്റ്. അപ്പോഴാണ് ആന്റോണിയോ പറഞ്ഞത്, നോ ബ്രോ, എനിക്ക് വയ്യ. ലെറ്റ് us cut it here. ഇപ്പോൾ ഇവിടെ നിർത്തണമില്ല, ഇനി വേണ്ട. യു ഗോ ഓൺ. ഐ ലൈക്ക് ടു ഗെറ്റ് തിങ്സ് ടുഗെദർ ഇൻ മൈ ഹെഡ്. എനിവേ വി സ്റ്റോപ്പ് ഹിയർ ടുഡേ. ഇനി എനിക്കൊന്നും വയ്യ, എൻ്റെ തലയിൽ ഒന്നും ഞാൻ അടിച്ച് കയറ്റാൻ വയ്യ. എന്ന് ചോദിച്ചു. യു ആർ വറീഡ്? നിനക്ക് വിഷമമുണ്ടോ പോകുന്നതിൽ? അറിയൂ വറീഡ്? ടോണി ആസ്റ്റ്. നമ്മൾ വിഷമമുണ്ടോ ചോദിക്കുമ്പോൾ പറയൂ, വിഷമമുണ്ടോ പറയൂ. നമ്മളില്ലാതല്ലേ പറയൂ. ആ സ്നേഹമുള്ളതാണെങ്കിൽ പറയുന്നത്. നോ വേ മാൻ, എനിക്ക് വിഷമമൊന്നുമില്ല എന്ന് പറയുമ്പോൾ ഫുൾ വിഷമാണ്. ഫെലിക്സ് ലാഫ്. എന്നിട്ട് തൻ്റെ വിഷമം മറയ്ക്കാൻ വേണ്ടി ഫെലിക്സ് എഴുതി നോക്കി ചിരിച്ചു. ലൗഡ്. ഐ ജസ്റ്റ് തിങ്ക് ഇറ്റ് ഈസ് കൂളർ ഇഫ് വി സ്പ്ലിറ്റ് റൈറ്റ് ഹിയർ. എൻ്റെ നിന്റെ തലയ്ക്ക് വട്ടാകണ്ടെങ്കിൽ നമ്മളിപ്പോൾ എന്ത് ചെയ്യും? സ്പ്ലിറ്റ് ചെയ്ത് നമ്മൾ തല തണുപ്പിച്ചേ പറ്റൂ. നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് രണ്ടുപേർക്കും എന്താണ് വല്ലാത്ത അവസ്ഥയായി. ആഫ്റ്റർ ദ ഫസ്റ്റ് വി ക്യാൻ ഗെറ്റ് ടുഗെദർ എഗെയിൻ ലൈക്ക് നത്തിങ് എവർ ഹാപ്പൻ. ഫസ്റ്റ് ആയ ശേഷം നമുക്ക് വീണ്ടും പഴയതുപോലെ പഴയ ആന്റോണിയും പഴയ ഫെലിക്സുമായിട്ട് എന്ത് ചെയ്യാം? മുന്നോട്ട് പോകാം.
Amigo brothers were not ashamed to hug each other tightly. അവർ രണ്ടുപേരും എന്ത് ചെയ്തു? പരസ്പരം നല്ല പവർഫുൾ ആയി എന്ത് ചെയ്തു? ഒന്ന് കെട്ടിപ്പിടിച്ചു. അല്ലേ? They are going to split. The evening before the big fight, Tony made his way. നാളെയാണ് ഫൈറ്റ്. തലേ ദിവസം വൈകുന്നേരമായിട്ടുണ്ട്. The evening before his big fight, Tony made his way to the roof of his building. താമസിക്കുന്ന ഒരു ആന്റിയുടെ വീട്ടിലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എൻ്റെ റൂഫിൻ്റെ മുകളിൽ കയറി നിൽക്കണം, വട്ടായിട്ട് മുകളിൽ കയറിക്കുക. ബിൽഡിംഗ് ഇൻ ദ ക്വൈറ്റ് ഇയർലി ഡാർക്ക്, കാരണം സമയം ഏകദേശം ഡാർക്കായി വരുന്നുണ്ട്. ഹി പീർ ഓവർ ദ ലെഡ്ജ്, അതെന്താണ്? അവിടെ നിന്നുകൊണ്ട് താഴേക്ക് എന്ത് ചെയ്തു? നോക്കി. ഹി ട്രൈഡ് നോട്ട് ടു തിങ്ക് ഓഫ് ഫെലിക്സ്, കാരണം എന്ത് വേണ്ടിയിട്ട് അറിയാം, ഇങ്ങനെ എനിക്ക് ഒരിക്കലും ഫെലിക്സിൻ്റെ ഇമേജ് എൻ്റെ മനസ്സിൽ വരരുത്, മാക്സിമം വരാതിരിക്കാൻ ശ്രമിക്കണം. നമ്മൾ ഒരു കാര്യം ആ ഇമേജ് മനസ്സിൽ വരില്ലെന്ന് ആഗ്രഹിച്ചാൽ പിന്നെ വരുന്നത് ആ ഇമേജ് മാത്രമായിരിക്കും. ഇതൊക്കെയാണ് നമ്മുടെ മനുഷ്യൻ്റെ മൈൻഡിൻ്റെ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത്. ഇനി അയാളുടെ ജീവിതത്തിൽ ഓർക്കണമെന്ന് ചിന്തിച്ചാലോ 24 hours അയാൾ തന്നെ ഓർത്ത് കൊടുക്കും. അല്ലേ? ഞാൻ ഇനി അവളെ ഓർക്കത്തില്ല എന്ന് പറയുന്നത് തന്നെയും പിന്നെ ഓർക്കുന്ന ആൾ അവളെ തന്നെയായിരിക്കും. പ്ലാബോ നെരൂദ എന്ന് പറയുന്ന റൈറ്ററുണ്ട്. ടുനൈറ്റ് ഐ ക്യാൻ റൈറ്റ് എന്ന് പറയുന്ന ഒരു ഗ്രേറ്റ് പോയമുണ്ട്. ലേഡി ലവ് റിജക്റ്റ് ചെയ്ത് പോയി. അവസാനം ഇനി അവളെ ഓർക്കാതിരിക്കാൻ അയാൾ ഒരു കവിത എഴുതിയതാണ് ടുനൈറ്റ് ഐ ക്യാൻ റൈറ്റ്. In quite early dark, and he is always trying to keep his mind the image of Felix away. He tried not to think of Felix, feeling he had succeeded in psyching his mind. അപ്പോൾ അന്ന് വൈകുന്നേരം വരെ ഫെലിക്സ് ചിന്തിച്ചതേ ഇല്ല, അത് വിജയിച്ചു, അല്ലേ? ആൻഡ് ഇൻ ദ റിംഗ്, പക്ഷേ റിങ്ങിലെത്തുമ്പോൾ എന്തായാലും സംഭവിക്കുക, അല്ലേ? അതുവരെയെങ്കിലും അവനെക്കുറിച്ച് ഒരിക്കലും ഓർക്കാതിരിക്കണം എന്ന് ഇതിൽ ആഗ്രഹിച്ചു, അല്ലേ? ടു സ്പെയർ ഫെലിക്സ്, പിന്നെ ഒരിക്കൽ പോലും അവന് വലിയ അപകടങ്ങളും ഉണ്ടാവരുത്. When I fight against him, if he have to knock him out early and quick. ഫസ്റ്റ് റൗണ്ട് തന്നെ അവനെ കിക്ക് ചെയ്ത് തോൽപ്പിക്കണം. കാരണം സെക്കൻഡും തേർഡും റൗണ്ട് വരെ കൊണ്ടുപോയി അത്രയും ഇടി ഞാൻ അവന് കൊടുക്കേണ്ടി വരും. എനിക്കത് വയ്യ. Earlier the better, I want to finish the game. That was the calculation in the mind of whom Antonio. അറ്റ് ദ സൗത്ത് ബ്രോണിക്സിൽ ഒരാളെ പോയിട്ടുണ്ട്, ഫെലിക്സ് പോയിട്ടുണ്ട്. ഇനി അവിടുത്തെ അവസ്ഥ എന്താ? അവിടെയും ഇതേ കണക്ക് എന്താണ്, ഒരാൾ പ്രാന്തം നിൽക്കുകയായിരിക്കും, അല്ലേ? ഫെലിക്സ് ഡിസൈഡഡ് ടു ടേക്ക് ദ മൂവി ഇൻ ദ എഫർട്ട് ടു കീപ് അന്റോണിയോസ് ഫേസ് എവേ ഫ്രം ഹിസ് ഫിസ്. തൻ്റെ മുഷ്ടിയുടെ ഫ്രണ്ട് ഒരിക്കലും ആരെ കാണാൻ പാടില്ല. ഇപ്പം ബൗട്ട് തുടങ്ങുന്നവരെയും ഒരിക്കലും അന്റോണിയുടെ ഇമേജ് വരരുത്. അത് വരാതിരിക്കാൻ പുള്ളി എന്നറിയാമോ, ഒരു സിനിമ പോയി കണ്ടു. അപ്പോൾ സിനിമ കാണുമ്പോൾ നമ്മൾ അതുമായി ബന്ധപ്പെട്ടിരിക്കുമല്ലോ, കാരണം വി വോണ്ട് ബോദർ അബൌട്ട് ദ പേഴ്സൺസ്, അല്ലേ? ദ ഫ്ലിക് വാസ് ദ ചാമ്പ്യൻ വിത്ത് ക്രിക് ഡോഗ്ലസ്. അപ്പോൾ ദ ചാമ്പ്യൻ എന്ന് പറയുന്ന ഒരു മൂവിയാണ് കണ്ടത്. ക്രിക് ഡോഗ്ലസിൻ്റെ ഒരു മൂവിയാണ് കണ്ടത്. ദ ചാമ്പ്യൻ വാസ് ഗെറ്റിംഗ് ബീറ്റൺ. പക്ഷെ അതിലും ഒരു ബോക്സിങ്ങുമായി ബന്ധപ്പെട്ടതായിരുന്നു. പക്ഷേ അതിൽ ആ ചാമ്പ്യൻ തോൽക്കുന്നതാണ് ആ സിനിമയിൽ ഇയാൾ കണ്ടത്. ഇത് തന്നെ വല്ലാതെ വീണ്ടും ഭ്രാന്തായി. ചാമ്പ്യനും തോറ്റു പോകുന്നുണ്ടോ, അപ്പോൾ ഞാനും തോറ്റു പോകുമോ എന്നൊരു ഫീലിംഗ് ആയിരുന്നു. He saw himself in the ring blasting Antonio against the rope, അല്ലേ? കാരണം ഹിറ്റിംഗ് ആന്റോണിയോ, കാരണം ഇയാളെന്താണ് ആന്റോണിയോ ഇങ്ങനെ ഹിറ്റ് ചെയ്യുന്ന കാര്യം എന്താണ് ഓർത്തുകൊണ്ടിരിക്കുക ചെയ്യുന്നത്. പക്ഷേ സിനിമ കണ്ടപ്പോൾ കണ്ട ഇമേജ് എന്തായിരുന്നു? ഇറ്റ് ഇസ് ആൾസോ വെരി നെഗറ്റീവ്. അവിടെ നിന്നിച്ചു പോയി. He stopped viewing the movie. He walked up some dark street. ആ കറുത്ത സ്ട്രീറ്റിലൂടെ ഇയാൾ കുറേ ദൂരം അത് നടന്നുപോയി. Deserted except for small pockets of weary looking kids wearing gang colors walking in the street had not relaxed him. ഞാൻ കുറേ ദൂരം നടക്കുകയാണ്. നടക്കുമ്പോഴെങ്കിലും റിലാക്സ് ആകാൻ പറ്റും, പക്ഷെ റിലാക്സ്ഡ് ആയില്ല. വീണ്ടും ഇയാളുടെ ചിന്തകൾ തൻ്റെ ഫ്രണ്ടിനെ കുറിച്ച് തന്നെ കയറി വന്നു. All it had done was to stir him up. കാരണം ചിന്തകളും ഈ സിനിമയുടെ എല്ലാം കണ്ടിയുള്ള മനസ്സിൻ്റെ ആകെ ഇളക്കി മറിഞ്ഞു പോയി. ഒരിക്കലും ആ മൈൻഡ് ശാന്തമായില്ല. He let himself quietly into his aunt Lucy's apartment. പ്രാന്തായി വീണ്ടും മടങ്ങി വന്നു, അല്ലേ? ആൻഡ് went straight to bed. നേരെ എന്ത് ചെയ്തു? ബെഡിലേക്ക് പോവുകയും ചെയ്തു, അല്ലേ? അപ്പോൾ two friends decided to separate in order to avoid unwanted notion related to the bout or fight. ഈ ഫൈറ്റിനെ കുറിച്ചുള്ള അനാവശ്യമായ ചിന്തകൾ ഒഴിവാക്കാനും മൈൻഡ് ഫ്രീ ആക്കുന്നതിന് വേണ്ടി അവർ എന്ത് ചെയ്തു? ഇൻസെപ്പറബിൾ ആയ കമ്പാനിയൻസ് എന്ത് ചെയ്തു? സെപ്പറേറ്റ് ചെയ്തു. ബട്ട് തലേ ദിവസമായപ്പോൾ ഇതിനേക്കാൾ ഭയങ്കരമായ മെന്റൽ ആഗണിയും സ്ട്രെയിൻസും രണ്ടുപേരുടെ മനസ്സിലുണ്ടായിരുന്നു. ബോത്ത് ഓഫ് ദം ട്രൈഡ് ടു അവോയ്ഡ്
maximum the image of another, but we are not able to say clearly whether they succeeded in maintaining their decision. ആൻഡ് അപ്പോൾ ഈ രണ്ടൊരു മാനസികമായിട്ടുള്ളൊരു വേരിയേഷൻ ആർക്കുണ്ടായിട്ടുള്ളത്? ആന്റോണിക്കും ഫെലിക്സിനും ഉണ്ടായ പ്രധാനപ്പെട്ട ഒരു വേരിയേഷനാണ് നമ്മൾ എന്ത് ചെയ്തത്? വായിച്ച് നോക്കിയത് അല്ലേ? അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ദ മാച്ച് വാസ് സ്കെഡ്യൂൾഡ് ഫോർ 7th of August. ഈ മാച്ചിങ് എവിടെയാണ് കണ്ടക്ട് ചെയ്യുന്നത്, അതുമായി ബന്ധപ്പെട്ട ഡിസിഷൻ എന്തൊക്കെയായിരുന്നു നമ്മൾ ജസ്റ്റ് വായിക്കുന്നത്. അതിൽ 2 പാരഗ്രാഫ് ഞാൻ ഇപ്പോൾ തൽക്കാലം ഒഴിവാക്കും. അപ്പോൾ ഇതൊരു ഗ്രേറ്റ് ഫൈനൽ മത്സരം നടക്കുന്നത് എന്ന് മാത്രമല്ല, ഈ അന്റോണിയോയും ഫെലിക്സിനും ഭയങ്കരമായ ആരാധകരുണ്ടായിരുന്നു അവിടെ. രണ്ടുപേരുടെ ആരാധകർ മാക്സിമം എന്ത് ചെയ്യാണ്? They were hard working to encourage all support to their heroes. Okay. The fight was scheduled at. The schedule അർത്ഥം എന്താണ്? ഷെഡ്യൂൾ അല്ല, scheduled at. The fight was scheduled to take place in Tompkins Square Park. മറക്കരുത്, ടോംകിൻസ് സ്ക്വയർ പാർക്കിലാണ് ഈ ഫൈറ്റ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. The morning of the fight, Tompkins Square was a beehive of activity. അതിരാവിലെ അന്ന് നോക്കുമ്പോൾ അവിടെ ഭയങ്കര ധൃതിയിലായിരുന്നു, എല്ലാ പ്രവർത്തനവും നടക്കുകയാണ്. കാരണം ഇന്നാണല്ലോ മത്സരം കണ്ടക്ട് ചെയ്യുന്നത്. ബീഹീവിൻ്റെ അർത്ഥം ബിസി എന്നാണ് കേട്ടോ. ബീഹീവ് ഓഫ് ആക്ടിവിറ്റി വിത്ത് ന്യൂമറസ് വർക്കേഴ്സ് സിറ്റിംഗ് അപ്പ് ദ റിംഗ്. കാരണം ഒരുപാട് ആൾക്കാർ ഇന്ന് കമ്പനിയായി ജോലി ചെയ്യുന്നുണ്ട്. ദ സീറ്റ്സ്, ദ ഗസ്റ്റ് സ്പീക്കേഴ്സ് സ്റ്റാൻഡ്, വന്ന ആൾക്ക് സംസാരിക്കുന്ന സ്റ്റാൻഡ് റെഡിയാക്കുന്ന, കുറേ സീറ്റ് റെഡിയാക്കുന്നുണ്ട്. ദ സ്കെഡ്യൂൾഡ് ബൗട്ട്സ് ബിഗാൻ ഷോർട്ട്ലി ആഫ്റ്റർനൂൺ. ഉച്ചയ്ക്ക് ശേഷമാണ് ഈ മത്സരം നടക്കുന്നത്. ആൻഡ് ദ പാർക്ക് ഹാഡ് ബിഗാൻ ഫില്ലിംഗ് അപ്പ് ഈവൻ ഗേർലിയസ്. കാരണം നമ്മൾ പ്രതീക്ഷിച്ചേക്കാളും നേരത്തെ എന്ത് ചെയ്തു? ഗാലറി നിറയെ എന്ത് ചെയ്തു? ആൾക്കാർ ആയിട്ടുണ്ട്. ഓക്കെ, ആൾക്കാർ ഇന്ന് വെയിറ്റ് ചെയ്യാണ്. ദേ വർ ഈഗർലി വെയിറ്റിംഗ് ടു സീ ദ ഗ്രേറ്റ് ഫൈറ്റ് ബിറ്റ്വീൻ ആന്റോണിയോ ആൻഡ് ഫെലിക്സ്. ദ വെയിറ്റിംഗ് ടൈം വാസ് ഓവർ. ആൾക്കാർ ക്ഷമയോട് കാത്തിരുന്നില്ലേ? ആ സമയം ഏകദേശം എന്ത് ചെയ്തു? പൂർത്തിയായി. ഫെലിക്സ് വാസ് എസ്കോർട്ടഡ് വിത്ത് എ ക്ലാസ് റൂം ബൈ എ ഡസൻ ഫാൻസ് ഇൻ വൈറ്റ്. നമ്മൾ ഈ ഒഫീഷ്യലായിട്ടുള്ള ഗെയിംസ് കണ്ടക്ട് ചെയ്യുമ്പോൾ അത് രാജ്യത്തെ റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ രാജ്യത്തിൻ്റെതായിട്ടുള്ള കുറേ എന്താണ് ഫോർമാലിറ്റികൾ, ഫ്ലാഗും അല്ലേ? കാരണം നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള കൊച്ചു കുട്ടികളൊക്കെ എന്താണ് എസ്കോർട്ട് ചെയ്താണ് എന്ത് ചെയ്യുന്നത്? ഒരു നായകനെ അല്ലെങ്കിൽ ടീമിനെ പുറത്തു കൊണ്ടുവരിക. അതൊരു സെറിമണിയാണ് എന്ന് പറയുന്നത്. ഗെയിമിൽ കാണുന്നൊരു സെറിമണിയാണ്. ഇവിടെ ഫെലിക്സ് വാസ് എസ്കോർട്ടഡ്. അപ്പോൾ ആൾക്കാർ അക്ഷമയോട് കാത്തിരിക്കുകയാണ്. എല്ലാവരും റിംഗിൽ നോക്കി നിൽക്കുകയാണ്. അവിടെ ആര് വന്നു? ഫെലിക്സ് ദാ എത്തിച്ചേർന്നു അല്ലേ? ഫെലിക്സ് വാസ് എസ്കോർട്ടഡ് ഫ്രം ദ ക്ലാസ് റൂം ബൈ, എന്താണ് ഈ ക്ലാസ് റൂം എന്ന് പറയുന്ന അർത്ഥം എന്താണ്? ഡ്രസ്സിംഗ് റൂം എന്ന അർത്ഥം. ക്ലാസ് റൂം ബൈ എ ഡസൻ ഫാൻസ് ഇൻ വൈറ്റ്. 10-12 ആൾക്കാർ എന്താണ് ഫാൻസുകാരെ എന്ത് ചെയ്തു? ഇങ്ങനെ സ്വീകരിച്ചുകൊണ്ട് വരുന്ന കണ്ടു. ടീഷർട്ട്സ്, ആന്റോണിയോ വാസ് എസ്കോർട്ടഡ് അല്ലേ? അതുപോലെ ആന്റോണിയോ എന്ത് ചെയ്തിട്ടുണ്ട്? എസ്കോർട്ട് ചെയ്തിട്ടുണ്ട്. ഡൗൺ വിത്ത് ഡിഫറെന്റ് സ്റ്റെയർവെൽ. അർത്ഥം എന്താണ്? ഈ ബിൽഡിങ്ങിന്റെ മറ്റു ഭാഗത്ത് നിന്ന് ഗൈഡഡ് ത്രൂ എ ടോപ്ഡ് ഓഫ് പാത്ത്. കാരണം റോപ്പോട് തിരിച്ചിട്ടുണ്ട് വഴി, അതുവഴി ഇയാളും കടന്നു പോകുന്നു. അപ്പോൾ 2 യോദ്ധാക്കളും എന്ത് ചെയ്തു? എന്താണ്? യുദ്ധഭൂമിയിൽ എത്തിച്ചേർന്നു എന്ന് വേണം പറയാൻ അല്ലേ? ആസ് ദ ടു ക്ലൈംബ് ഇൻ ടു ദ റിംഗ്. രണ്ടുപേരും എന്ത് ചെയ്തു? വളരെ ചാടി, വളരെ എനർജറ്റിക് ആയിട്ട് എന്ത് ചെയ്തു? ദേ എന്താണ് ജംപ്ഡ് ഇൻ ടു ദ റിംഗ്. ദ ക്രൗഡ് എക്സ്പോൾഡ്. ആൾക്കാർ എന്ത് ചെയ്തു? ഇത് ആരോ മുഴക്കി എന്ത് ചെയ്തു? ചാടി എഴുന്നേറ്റ് ഹായ് ഹായ് എന്നൊക്കെ എന്ത് ചെയ്തു? വിളിച്ചു. വിത്ത് റോർ ആന്റോണിയോ ആൻഡ് ഫെലിക്സ് ബോത്ത് ബൗഡ് ഗ്രേസ്ഫുള്ളി. രണ്ടുപേരും എന്ത് ചെയ്തു? ആ ബോക്സിംഗ് റിംഗിന് ഫ്രണ്ടിൽ വരികയും ഓഡിയൻസ് എന്ത് ചെയ്തു? ഇങ്ങനെ ബൗ ചെയ്യാത്ത എന്താണ്? തലകുലിക്കുക, നമസ്കരിക്കുക. ബോത്ത് ബൗഡ് ഗ്രേസ്ഫുള്ളി ആൻഡ് ദെൻ റൈസ്ഡ് ദെയർ ഗെയിംസ് ഇൻ അക്നോളജ്മെന്റ്. രണ്ടുപേരും പരസ്പരം ഫൈറ്റിങ്ങിന് ഓക്കെയാണ് എന്ത് ചെയ്തു? കൈ ഇങ്ങനെ ഉയർത്തി കാണിച്ചു. ആന്റോണിയോ ട്രൈ ടു ബി കൂൾ. ഇയാളുടെ കൂളായിട്ട് നിൽക്കുന്നത്. ഫെലിക്സ് ഇത്തിരി ഡിസ്റ്റർബ്ഡ് ആണ്. ഹി ടേൺഡ് സ്ലോലി ടു മീറ്റ് ഫെലിക്സ് ഐസ് ലുക്കിംഗ് ഡയറക്ട്ലി ഇൻ ടു ഹിസ്. പയ്യെയാണ് എന്ത് ചെയ്തത്? വന്ന് കയറി ഞാൻ കയ്യെ കാണിച്ചു, തലയെ കൊനിച്ചു, പയ്യെ എന്ത് ചെയ്തു? ഞാൻ നോക്കി. ജസ്റ്റ് ഹാവ് എ ലുക്ക് ഓൺ ദ അതർ. ഐസ് ലുക്കിംഗ് ഡയറക്ട്ലി ഇൻ ടു ഹിസ്. ഫെലിക്സ് നോഡഡ് ഹിസ് ഹെഡ്. ഫെലിക്സ് എന്ത് ചെയ്തു? ഇയാൾ കണ്ടപ്പോൾ തല കുലുക്കി. നോഡഡ് ആന്റോണിയോ ആൻഡ് റെസ്പോണ്ടഡ്. Thus they responded each other. They are ready to make the fight very well.
കണ്ടോ? ഡോങ് 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 സൗണ്ട് കണ്ടോ? ഇതൊരു അറ്റൻഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു സൗണ്ടാണ്. റെയിൽവേ സ്റ്റേഷൻ നമ്മൾ കേട്ടില്ലേ, ഈ അനൗൺസ്മെന്റ് മുമ്പായിട്ട് കേൾക്കുന്ന സൗണ്ട് ഇല്ലേ? പാസഞ്ചേഴ്സ് യു കൈൻഡ് അറ്റൻഷൻ പ്ലേസ് എന്ന് കേൾക്കാറില്ലേ? അത് കണക്കുള്ളൊരു സൗണ്ടാണ്. ദ റോഡ് ട്രെയിൻഡ് സ്റ്റിൽനെസ്. കാരണം എന്താണ്? ഈ ആരവുകളെല്ലാം whenever the bell rings, audience became silent. അത് ആദ്യ അനൗൺസ്മെന്റ് ഇതായിരുന്നു. ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, നൗ ദ ഗെയിം ഈസ് ഗോയിങ് ടു സ്റ്റാർട്ട്. ദ അനൗൺസർ സ്പോക്ക്. കാരണം എന്താണ്? ഒരു അനൗൺസർ ഉണ്ട്, അദ്ദേഹമാണ് പറയുന്നത്. സ്ലോലി, നൗ ഇറ്റ് ഈസ് ദ മൊമെന്റ് വി ഹാവ് ഓൾ ബീൻ വെയിറ്റിംഗ് ഫോർ. നമ്മൾ ഇത്രയും കാലം കാത്തിരുന്ന ആ വലിയ മുഹൂർത്തം ഇതാ എത്തിയിട്ടുണ്ട്. വെയിറ്റിംഗ് ഫോർ ദ മെയിൻ ഇവന്റ് ബിറ്റ്വീൻ ടു ഫൈൻ യങ്. വളരെ യങ്ങായിട്ട് രണ്ട് ആൾക്കാരാണ് എന്ത് ചെയ്യുന്നത്, ഇതിൽ പങ്കെടുക്കുന്നത്. ആൻഡ് ദേ വെയർ പുവർട്ടോ റിക്കോ ബോക്സേഴ്സ്. ഇതാണ് പിവർട്ടോ റിക്കോ ബോക്സേഴ്സ് എന്ന് പറയുന്നത്. കരീബിയൻ ഐലൻഡുകളിൽ നിന്ന് ആൾക്കാരായതുകൊണ്ടാണ് അത് യൂസ് ചെയ്തിട്ടുള്ളത്. ദേ വെയർ പുവർട്ടോ റിക്കോ എന്താണ് ഫൈറ്റേഴ്സ് ഇൻ ദ കോർണർ വെയിങ് 1-3 pounds. കാരണം ഒരാൾക്ക് ഈ എന്താണ് ഇടിക്കാനുള്ള, അല്ലെങ്കിൽ എന്താണ് ബോക്സ് ചെയ്യാനുള്ള, അല്ലെങ്കിൽ എന്താണ് ഹിറ്റ് ചെയ്യാനുള്ളത് എത്രയാണ്? ഒരാൾക്ക് 134 pounds പ്രാവശ്യമാണ് പറഞ്ഞിരിക്കുന്നത്. ഫെലിക്സ് വാഗസ് ആൻഡ് ഹിസ് കോർണർ വെയിങ് 133. അയാൾക്ക് 133. അപ്പോൾ ഇയാളാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് അയാൾക്ക് എത്ര ഉണ്ടാവും? 133 പ്രാവശ്യം ചെയ്യാൻ പറ്റും, ഫൈറ്റ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഇതാണ് ഇയാളെ ഇടിക്കാൻ പറ്റും, ബോക്സ് ചെയ്യാൻ പറ്റും. ആന്റോണിയോ ക്രൂസ്. ദ വിന്നർ വിൽ റെപ്രസെന്റ് ദ ബോയ്സ് ക്ലബ് ഇൻ ദ ടൂർണമെന്റ്. ഈ ടൂർണമെന്റ് ജയിക്കുന്ന ആൾ എന്തായിരിക്കും? ഈ ബോയ്സ് ക്ലബിനെ റെപ്രസെന്റ് ചെയ്യുന്ന ജേതാവായിട്ട് എന്ത് ചെയ്യും? നമ്മൾ എന്ത് ചെയ്യും? ഫിക്സ് ചെയ്യും. ദ ഗോൾഡൻ ഗ്ലൗസ്. കാരണം അയാൾക്ക് കിട്ടുന്ന ഒരു പട്ടമാണ്, അല്ലെങ്കിൽ അംഗീകാരമാണ് എന്ന് പറയുന്നത് ഗോൾഡൻ ഗ്ലൗസ്. ദർ വിൽ ബി നോ ഡ്രോ. ഇത് ഫൈനൽ മത്സരമായതൊന്നുമില്ല, ഡ്രോ ഉണ്ടാവില്ല. മെയ് ദ ബെസ്റ്റ് മാൻ വിൻ. കാരണം നല്ലപോലെ കളിക്കുന്ന ആൾ എന്ത് ചെയ്യാൻ പറ്റും? ജയിക്കാൻ പറ്റും. ദ ചിയറിംഗ് ഓഫ് ദ ക്രൗഡ് ഷോക്ക് ദെയർ വിൻഡോ പാൻ ഓഫ് ദ ഓൾഡ് ബിൽഡിംഗ് സറൗണ്ടിങ്സ്. ആൾക്കാർ എന്ത് ചെയ്തു? ഇങ്ങനെ ചില്ലിലും അല്ലെങ്കിൽ കണ്ണാടിയിലൊക്കെ ഇങ്ങനെ അടിച്ചടിച്ചിട്ട് എന്താണ്? ദേ വിയർ റിയലി എൻജോയിങ് ആൻഡ് സപ്പോർട്ടിങ് ഹിസ് ഓൺ അല്ലെങ്കിൽ ദെയർ ഓൺ ഹീറോസ്. അല്ലേ? വിൻഡോ പാൻ അർത്ഥം ഇതാണ്, ഈ ചില്ലെന്ന അർത്ഥം. ഓഫ് ദ ഓൾഡ് ബിൽഡിംഗ് സറൗണ്ടിങ് ടോംലിൻ സ്ക്വയർ പാർക്ക് അറ്റ് ദ സെന്റർ ഓഫ് ദ റിംഗ് ദ റെഫറി വാസ് ഗിവിംഗ് ഇൻസ്ട്രക്ഷൻ. ഈ ഗെയിമിൽ നിയന്ത്രിക്കുന്ന റെഫറി ഉണ്ടാവും. അയാൾ അതിന്റെ ഇൻസ്ട്രക്ഷനൊക്കെ എല്ലാം നിർദ്ദേശങ്ങളെല്ലാം കൊടുക്കുകയാണ്. 2 നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. കീപ് യുവർ പഞ്ചസ് അപ്പ്. ഇടിക്കുന്ന എപ്പോഴും എന്താണ്? മുകൾ ഭാഗത്തിലായിരിക്കണം. എന്താണ്? ഈ അബ്ഡമന് താഴെയായിട്ട് എന്ത് ചെയ്യാൻ പാടില്ല? ഇടിക്കാൻ പാടില്ല. ലോ ബ്ലോ. നോ ആണ് ഏറ്റവും താഴെ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല? ഇടിക്കാൻ പാടില്ല. നോ പഞ്ചിങ് ഓൺ ദ ബാക്ക് ഓഫ് ഹിസ് ഹെഡ്. തലയുടെ ബാക്കിലും ഇടിക്കാൻ പാടില്ല. ഇതൊക്കെ വലിയ അപകടം ഉണ്ടാക്കുന്ന ഹിറ്റിംഗ് പ്ലേസുകളാണ്. കീപ് യുവർ ഹെഡ്സ് അപ്പ്. അണ്ടർസ്റ്റാൻഡ് ആൾവേസ്. എപ്പോഴും തല ഉയർത്തിയിരിക്കണം, തല കുനിക്കാൻ പാടില്ല. ആൻഡ് യു ഷുഡ് കീപ് ആൾവേസ് യുവർ ഹെഡ് അപ്പ്. ലെറ്റ് us have a clean fight. കാരണം ഒരു പ്രോബ്ലം ഇല്ല, നല്ല ഒരു വ്യക്തമായ ഫൈറ്റ് വേണം നമുക്കിവിടെ കണ്ടക്ട് ചെയ്യാൻ. നൗ ഷേക്ക് ഹാൻഡ്സ് ആൻഡ് കം ഔട്ട് ഫൈറ്റിംഗ്. പരസ്പരം ഷേക്ക് ഹാൻഡ് കൊടുത്തിട്ട് ഗെയിം ആരംഭിച്ചോളൂ എന്ന് ആര് പറഞ്ഞു? റഫറി പറയുകയും ചെയ്യും. അപ്പോൾ നമ്മൾ ഏറെ കാത്തിരുന്ന ആ ഗ്രേറ്റ് ബാറ്റിൽ എന്ത് ചെയ്യുമ്പോഴാണ്? ഈസ് ഗോയിങ് ടു സ്റ്റാർട്ട് വിത്തിൻ മൊമെന്റ്സ്. നിമിഷങ്ങൾക്കുള്ളിൽ എന്ത് ചെയ്യും? ആ ഗെയിം ആരംഭിക്കും. ഈ ഗെയിമിലേക്കുള്ള ഫൈനലിസ്റ്റായി പ്രഖ്യാപിച്ച ശേഷം അന്റോണിയും ഫെലിക്സും മാനസികമായിട്ട് ഒരുപാട് വറീഡായി. അതിന് ഒറ്റ കാരണമേ ഉള്ളൂ, ദേ റിയലൈസ് ദേ വേ ദ റിയൽ ഫൈറ്റേഴ്സ് ഇൻ ദ ഫൈനൽസ്. ബോത്ത് ഓഫ് ദം ഹാവ് സെയിം ambition to win the match. They want to represent the boys club, but they know very well, and this is totally impractical. If you think more and more, it would get more and more worried. So they decided to separate. They only able to see each other just on the ring. Thus they separated. ആ സെപ്പറേറ്റ് ചെയ്ത് പോയി തന്നെയും അല്ല ഏറ്റവും കൂടുതൽ മെന്റൽ ടെൻഷൻ ഉണ്ടാക്കിയത് ആ ബൗട്ടിന്റെ തലേദിവസമായിരുന്നു. മാക്സിമം പരസ്പരം അവരുടെ തൻ്റെ എതിരാളികളുടെ ഇമേജിനെ മനസ്സിൽ മാറ്റാൻ ശ്രമിച്ചു. എനിവേ ആഫ്റ്റർ ദിസ് ദേ കെയിം ഇൻ ടൈം ഇൻ ദ ബൗട്ട് ആഫ്റ്റർ ദ ഫോർമാലിറ്റീസ് ആൻഡ് ദ ഇൻസ്ട്രക്ഷൻസ് ആൻഡ് എവറി റൂൾസ് ആൻഡ് റെഗുലേഷൻ വേ ആർ ഇൻസ്ട്രക്റ്റഡ് ദെയർ ആൻഡ് ബോത്ത് ഓഫ് ദം വേ ആർ ഓൺ ദ സ്റ്റേജ്. ദേ ബൗ ആൻഡ് നോട്ട് ഈച്ച് അതർ ആൻഡ് ദേ ആർ റെഡി ടു ഫൈറ്റ് എ ബ്രില്യൻറ്റ് കോമ്പറ്റീഷൻ. ആ ബ്രില്യൻറ്റ് കോമ്പറ്റീഷൻ നമുക്ക് അടുത്ത ദിവസം എന്ത് ചെയ്യാം? ക്ലാസ്സിൽ ചർച്ച ചെയ്യും. അപ്പോൾ ഇത്രയും കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ഇതിൻ്റെ 2ാമത്തെ പാർട്ട് ഇവിടെ അവസാനിപ്പിക്കും. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. ഓക്കെ, ബൈ.